ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂട്ടിവ്സ് 2.0. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് രാവിലത്തെ നമുക്കറിയാം, സ്ഥിരം കാണുന്നവർക്കറിയാം, രാവിലെ ഒരു വീഡിയോ ക്ലാസ് ഒന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിമിനറി ലെവൽ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുവാണ്. അതിൻ്റെ ആദ്യഘട്ട പരീക്ഷ ഈ ഡിസംബർ 28-നാണ്. 4 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടത്തുന്നതെന്നൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ടോപ്പിക്സ് കവർ ചെയ്തു. അപ്പോൾ നിങ്ങൾ എത്ര മാർക്കിനുള്ളത് ഇപ്പോൾ പഠിച്ചു എന്ന് നമുക്ക് നോക്കാം. കെമിസ്ട്രി ഫിസിക്സ് ആണ് ആദ്യം പഠിച്ചത്, അത് രണ്ടും കൂടി 10 മാർക്ക്. നാച്ചുറൽ സയൻസ് 10 മാർക്ക്. പിന്നെ നിങ്ങൾ പോയത് ഏതിലേക്കായിരുന്നു? നിങ്ങൾ പോയത് ഇന്ത്യൻ ജോഗ്രഫി അല്ലേ. അത് ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ അത് അത്രയും മതി. ബാക്കി എക്സാമിന് മുമ്പ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ അത് നിങ്ങളവിടെ 10 മാർക്ക്. കേരള ജോഗ്രഫി 10 മാർക്ക്. കേരള ഹിസ്റ്ററിക്കകത്ത് നമ്മൾ തന്നിരിക്കുന്ന ടോപ്പിക്ക് കംപ്ലീറ്റഡ് ആണ്. ഇന്ന് ഞാൻ നമുക്ക് സിലബസിൽ തന്നിരിക്കുന്ന നവോത്ഥാന നായകന്മാരെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇതുവരെ നമ്മൾ കണ്ടത് ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പിസ്വാമി, മന്നത്ത് പത്മനാഭൻ, അങ്ങനെ കുറച്ച് പേരെയാണ് അല്ലേ. വീട്ടി ഭട്ടതിരിപ്പാട്, പൊയ്കയിൽ യോഹന്നാനും പിന്നെ പണ്ഡിറ്റ് കറുപ്പനും സിലബസിലുണ്ടാവും തോന്നുന്നു. ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്രയും ആയപ്പം 50 മാർക്കിനുള്ളത് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ നമ്മുടെ 7 മണി സമയത്ത് വീഡിയോ ക്ലാസ്സിൽ ശാസ്ത്ര, സാങ്കേതിക, സാഹിത്യ, സാംസ്കാരിക മേഖലകളിലെ പുരോഗതി എന്ന് പറഞ്ഞുള്ള ഭാഗമുണ്ട്. അതിൻ്റെ ക്ലാസ് ഇനിയും വരും. അപ്പോൾ അതിനകത്ത് നിന്ന് ഇപ്പം നമ്മൾ ഓൾറെഡി ശാസ്ത്ര മേഖലയിലെ ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫയേഴ്സ് നോക്കിയിട്ടുണ്ട്. സാഹിത്യ മേഖലയിലെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അപ്പം അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണെങ്കിലും ഒരു 53 മാർക്കിനുള്ള സാധനങ്ങൾ ഇതുവരെ പഠിച്ചു അല്ലേ. ഇനി ഒരു 47 മാർക്കും കൂടിയേ ഉള്ളൂ. കുഴപ്പമില്ല. ഇന്നിപ്പോൾ 17-ാം തീയതിയായി, 28-ാം തീയതിയാണ് എക്സാം. 11 ദിവസം നമ്മുടെ കയ്യിലുണ്ട്. 11-ൽ 1 കളഞ്ഞേക്കൂ. 10 ദിവസം നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് പഠിക്കാൻ ഒട്ടും തന്നെ പ്രയാസമല്ല, പെട്ടെന്ന് പഠിച്ചെടുക്കാം. ഒരു ദിവസം 2 ടോപ്പിക് എന്നുള്ള രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 10 മാർക്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പ്രിലിമിനറി സിലബസിൽ തന്നിരിക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ കുറച്ച് നാഷണൽ കാര്യങ്ങൾ, അതായത് വളരെ ബേസായിട്ട് നമ്മൾ അറിയേണ്ട ദേശീയ ഗാനം, ദേശീയ പതാക എന്നിവയെക്കുറിച്ചുള്ള അറിവുകൾ, പിന്നെ നമുക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മനുഷ്യാവകാശ കമ്മീഷനും പിന്നെ വിവരാവകാശ കമ്മീഷനും അല്ലേ. ഇത്രയേ ഉള്ളൂ സിലബസിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അതും കവർ ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ നമുക്ക് സുഖമായിട്ട് 2 ദിവസം കൊണ്ട് അതും കവർ ചെയ്ത് അതിനോടൊപ്പം ഒരു മാത്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ 2ഉം കൂടി കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ആ 100 മാർക്കിനുള്ള സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ ഉള്ള 10 ദിവസം കൊണ്ട് കഴിയും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. സോ അതിനെക്കുറിച്ച് ഓർത്ത് ആരും വറീഡാവണ്ട. പിന്നെ ബുക്കിന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും ഒക്കെ പറഞ്ഞായിരുന്നു, നല്ല രീതിയിലാണ് നമ്മുടെ ബുക്കിൻ്റെ സെയിലും നടക്കുന്നത്. ആവശ്യക്കാർ ധാരാളമുണ്ട്. കാരണം നിങ്ങൾ ബുദ്ധിയുള്ള പിള്ളേരാണ്. നിങ്ങൾക്കറിയാം ഈ 280 റുപ്പീസിന് ഒരിക്കലും ഒരു ഗ്രാമർ ക്ലാസ് ഒന്നും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നില്ലെന്നുള്ള കാര്യം. വെരി ഗുഡ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പ്രിലിമിനറിയുടെ സമയത്തല്ല നമ്മൾ തുടങ്ങുന്നത്. ജനുവരി 1-നാണ് അതിൻ്റെ ക്ലാസ് കൊടുത്തു തുടങ്ങുന്നത്. അപ്പോൾ 28-ാം തീയതിയൊക്കെ പ്രിലിമിനറി എഴുതാൻ പോകുന്ന ആരെയും ബാധിക്കുന്ന കാര്യമല്ല. പിന്നീട് എഴുതുന്നവരെ ഇത് ഒരിക്കലും ബാധിക്കില്ല. കാരണം ഇത് റെക്കോർഡഡ് ക്ലാസ്സാണ്. നിങ്ങളുടെ കയ്യിലേക്ക് ഞാനത് തന്നു കഴിഞ്ഞാൽ ആ ക്ലാസ് നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്ത് കാണാനായിട്ട് സാധിക്കും. ചീഞ്ഞു പോകുന്ന കാര്യങ്ങളോ പുഴുത്തു പോകുന്ന കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷേ ഡിസംബർ 31-നുള്ളിൽ ബുക്ക് വാങ്ങുന്നവർക്ക് മാത്രമേ ഈ ഒരു ഓഫർ ഉള്ളൂ. നിങ്ങൾ ഡിസംബർ 31-ന് ശേഷം ബുക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഓഫർ അവൈലബിൾ ആയിരിക്കില്ല. അത് ഞാൻ ഇപ്പോഴേ പറയുവാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വാങ്ങാൻ വന്നിട്ട് നമ്മളോട് പിണക്കം കാണിക്കുന്നവരുണ്ട്, എന്നെ ഹരാസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, എനിക്കറിയാം. ഏതായാലും അത് നോ വേ, അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതല്ല. ഡിസംബർ 31-നുള്ളിൽ ബുക്ക് വാങ്ങുന്നവർക്ക് വേണ്ടി മാത്രമുള്ളൊരു ഓഫറാണ് ഈ ഫ്രീ ക്ലാസ്സുകൾ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെയും ബുക്കിൻ്റെയും കൊടുക്കുന്നു എന്നുള്ളത്. അപ്പം അതെപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓരോ പരീക്ഷയ്ക്കും എന്താണെങ്കിലും ഞാൻ തന്ന ക്ലാസ് ഞാൻ ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പോകുന്നില്ല. അതങ്ങനെയാണ് എൻ്റെ ഒരു രീതി. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്തങ്ങ് തരികയുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നിനി പഠിക്കേണ്ടത് അല്ലേ. ഇന്ന് നമുക്ക് ആ റിനേസൻസിൻ്റെ 2 പേര് തീരാനുണ്ട്. അവരെ നമുക്ക് ഏതായാലും പഠിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് മാത്സിൻ്റെ ഒരു ടോപ്പിക്കിലേക്കും കയറാം. അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്കും കയറാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുന്നത്. മക്കളെ അത് നോക്കുക. നിങ്ങൾക്കിതിനായി തരുന്ന കാര്യങ്ങൾ യൂസ്ഫുൾ ആകുന്നുണ്ടോ, നിങ്ങളെക്കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ വലിയ സന്തോഷമായേനെ. സന്തോഷം വേറൊന്നുമല്ല, ഞാൻ എടുക്കുന്ന എഫേർട്ടിന് തിരിച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ എന്ന് അറിയാൻ ഒരു സന്തോഷം. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പഠിക്കുന്നവരും
അതേപോലെ വേറൊരു കാര്യം ചെയ്യാറുണ്ടോ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ടോപ്പിക്ക് തീർന്നു കഴിഞ്ഞാൽ പോയിട്ട് എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ചെയ്യുന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചെയ്യാത്തവർ കറക്റ്റായിട്ട് അവ ചെയ്തു പോകണം. അപ്പം അത് വലിയൊരു നേട്ടമായിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. പിന്നെ ലെക്ചേഴ്സ് എഡ്യൂട്ടിപ്സിൻ്റെ ഇംഗ്ലീഷിന് ബുക്ക് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ 8086137962 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് ബുക്ക് എൻക്വയറി എന്ന് ചോദിച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വൈകുന്നേരം 7 മണിയുടെ ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.